അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ക്ലാസ് സാധാരണക്കാരായ ആളുകൾക്ക് തജ്വീദ് നിയമത്തോടൊപ്പം ഖത്മുൽ ഖുർആൻ പ്രത്യേകിച്ച് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ഒരു ക്ലാസ് ആണ്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, കേട്ടുകൊണ്ട് നമുക്ക് ആവർത്തിച്ച് അത് മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഭാവിയിൽ അതൊക്കെ ഉപകാരപ്പെടും. മറക്കാതെ നമ്മുടെ മനസ്സിൽ നിന്നും നിലനിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്താണ്. 45-ാമത്തെ ഭാഗമാണ് നമ്മുടെ ഈ ക്ലാസ്. പാർട്ട് 45 കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രീനിൽ കാണുകയും നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുകയും വിശുദ്ധ ഖുർആനിലേക്കൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ ക്ലാസ് ഇപ്പോൾ തൽക്കാലം ആണെങ്കിൽ എന്ത് ചെയ്യുക, മൊബൈലിൽ നോക്കുക. നമ്മൾ എപ്പോഴും ഓതേണ്ടത് വിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാണ്. ധാരാളം ഖത്മുകൾ തീർക്കാൻ തൗഫീഖ് നൽകട്ടെ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. കൂട്ടി വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വഅബ്ദുല്ലാഹ്, വഅബ്ദു എന്നാണുള്ളത്, നീട്ടാനുള്ളതിന് ശേഷം പിന്നെയുള്ളത് ഉച്ചരിക്കുന്നത് ഷദ്ദുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരികയോ സുക്കൂനുള്ള അക്ഷരം വരികയോ ഒക്കെ ചെയ്താൽ ഈ നീട്ടാനുള്ള അക്ഷരം ഒഴിവാകുന്നതാണ്. ചിഹ്നം വാവുണ്ടല്ലോ, അത് ഒഴിവാകും. അപ്പൊ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനം വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിന് വഖഫ് എന്ന് പറയും. ആ വഖഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. ബിഹി എന്നുള്ള ബിഹി. എന്നാൽ തൻവീൻ ഫത്വ നീട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഹാത്താവും, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതിനൊക്കെ സുക്കൂൻ കൊടുക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈആ. അവിടെ കണ്ടില്ലേ, തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് ഉള്ളോടത്ത് ഷൈആ ഒരലിഫിന്റെ ഖദർ നീട്ടുക. വലാ തുശ്രികൂ ബിഹി ഷൈആ വബിൽവാലിദൈനി ഇഹ്സാനാ. തൻവീൻ ഫത്ഹ്. വബിൽവാലിദൈൻ അവിടെ നൂന് കസറാണ്. സുക്കൂൻ കൊടുത്ത് നിർത്തിയപ്പോൾ എന്ന് പറയാൻ നിർത്തുകയാണെങ്കിൽ, ഞാനിപ്പോൾ എവിടെയാണ് സ്റ്റോപ്പ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഖഫ് ഉള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ആക്കുക. അതല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി എന്ത് ചെയ്യും, എല്ലാവർക്കും ഇങ്ങനെ ഒറ്റ പോക്കിന് ഓതാൻ കഴിയൂലല്ലോ. ചില ആളുകൾക്ക് പെട്ടെന്ന് ശ്വാസം മുറിയും, അപ്പൊ അവിടെ നിർത്തേണ്ടി വരും. അതിനാണ് വഖഫ് എന്ന് പറഞ്ഞത്. അപ്പൊ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ എന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് നിർത്തേണ്ടി വരും. അപ്പൊ അവിടെ നിർത്തില്ല, ഇങ്ങനെ നീട്ടാനുണ്ട്. അപ്പൊ പിന്നെ വലാ തുശ്രികൂ. ഇവിടെ റാഇന് കസറാണുള്ളത്. റാഇന് കസർ എപ്പോ വന്നാലും തർക്കീക്ക് ചെയ്യണം. റാഇനെ ലഘുവാക്കണം, നേർപ്പിക്കണം. കാരണം കുറച്ച് വലാ തുശ്രി എന്ന് പറയില്ല. വലാ തുശ്രികൂ, വലാ തുശ്രികൂ ബിഹി ഷൈആ വബിൽവാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب والجار الجنب വസ്സാഹിബി ബിൽ ജംബ്. നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമായി കൊടുക്കണം, മറച്ചു മണിക്ക്. ബിൽ ജംബ് ബിൽ ജംബ് വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ വമാ മലകത്
وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ഇവിടെ തൻവീൻ ഫത്ഹാണുള്ളത്. ഫഖൂറ കുറച്ചൊന്ന് സ്പീഡാക്കാണ്. സുക്കൂണ നൂനിന്റെ നിയമങ്ങൾ, മീമിന്റെ നിയമങ്ങൾ, അതൊക്കെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ആ ക്ലാസ്സുകളിലേക്ക് വളരെ വിശദമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ആ ക്ലാസ് മനസ്സിലാകുന്നില്ല എന്ന വിഷയം വരൂല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഗ്യാരണ്ടി തരുകയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ് തുടക്കം മുതൽ ഒടുക്കം വരെ ആവശ്യക്കാർക്ക് അയച്ചു തരികയും ഒക്കെ ചെയ്യും. ഒറ്റ പിന്നെ ലിങ്കിലായിട്ട് ഒരു മെസ്സേജിലായിട്ട് എല്ലാ ലിങ്കും കൂടി ഒരുമിച്ച് വരും. അപ്പോൾ നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നോക്കിയിട്ട് കേട്ടാൽ മതിയാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് നമ്മുടെ ക്ലാസ് മുതിർന്ന ആളുകൾക്കൊക്കെ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആന് പിന്നെ തുടക്കം മുതൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഗ്രൂപ്പിൽ ചേരണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സുകളൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ വാട്സപ്പിലൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സൗജന്യമായിട്ട് ക്ലാസ്സുകളൊക്കെ പിന്നെ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിട്ട് മരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ധാരാളം കാലം ദീനി ഖിദ്മയിലായിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊക്കെ സഹായകരമാകും. അതൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോകളും ശ്രദ്ധിക്കുന്ന പോലെ ഇതിലും ശ്രദ്ധിക്കുക എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ മീമിൻ്റെ നിയമങ്ങൾ, നൂനിൻ്റെ നിയമങ്ങളൊക്കെ പ്രത്യേകമായിട്ട് തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കേട്ടാൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ അത് കേട്ടാലേ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് പിന്നെ പ്രത്യേകമായിട്ട് അത് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 37-ാമത്തെ ആയത്ത് الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله الذين يبخلون ويأمرون الناس بالبخل എന്നുള്ളത് بالبخل ويكتمون ما آتاهم الله من فضله. ഇത് ഇഖ്ഫായിന്റെ അക്ഷരമാണ്. നൂനിന്റെ ശേഷം നിയമങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങൾ. നൂനിന്റെ ശേഷം ബാ വന്നാൽ നേരത്തെ പറഞ്ഞു, നൂനിന്റെ ശേഷം ബാ വന്നാൽ
നൂനിന്റെ ശേഷമോ തൻവീന്റെ ശേഷമോ ബാ വന്നാൽ ആ നൂനിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ തൻവീന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. നൂനിന്റെ ശേഷം ലാമോ റോ വന്നാൽ ലാമിനെയും തൻവീനെയും നൂനെയും തൻവീനെയും നേരെ ലാമിലേക്ക് അല്ലെങ്കിൽ റോയിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യണം, നേരെ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ പിന്നീട് നൂനും തൻവീനും അവിടെ ഉച്ചാരണത്തിൽ വരുന്നില്ല, ആ രൂപത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ സുകൂൺ നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യാ ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ പുറമെ ഒന്ന് മണിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ബാക്കി ഹംസ നമ്മുടെ ചാർട്ടിലേക്ക് നോക്കുക. ഈ 6 അക്ഷരങ്ങളിൽ വന്ന ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഈ നൂനിനെ വ്യക്തമായിട്ട് സുകൂൺ കൊടുത്തുകൊണ്ട് വ്യക്തമായിട്ട് വെളിവാക്കി പറയുക. ഇതാണ്. ഇതല്ലാത്ത ബാക്കി ഏതക്ഷരം വന്നാലും ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. അതിൽപ്പെട്ടതാണ് നൂനിന്റെ ശേഷം മിൻ ഫളി. ഇവിടെ നൂനിന്റെ ശേഷം ഫാ എന്തിൽ പെട്ടതാണ്? നേരത്തെ പറഞ്ഞ ഇദ്ഗാമും പിന്നെ ഇഖ്തിലാബിന്റെ അക്ഷരം അല്ല ബ അല്ല. ഇദ്ഗാമും ബിലാഗുന്നയുടെ ലാമും റാവുമല്ല. ഇദ്ഗാമും ബിഗുന്നയുടെ നൗമി നൂന് വാവും മീമ് യാ അതുമല്ല. ഇദ്ഗാന്റെ അക്ഷരമായ ഹംസ ഐന് ഇതുമല്ല. ബാക്കി 15 അക്ഷരങ്ങൾ ഇഖ്ഫാന്റേതാണ്. അതിൽപ്പെട്ടതാണ് ഫാ. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മിൻ ഫളി എന്ന് പറയാതെ മിൻ ലെ നാവ് എവിടെയാണോ തട്ടുന്നത് ആ തട്ടാത്ത രൂപത്തിൽ പറയാം. മിൻ ഫളിഹി വഅതദിനാ ലിൽ കാഫിരീന അദാബൻ മുഹീന. ഇവിടെ കണ്ടില്ല തൻവീന്റെ ശേഷം മീം വന്നു. അദാബൻ മുഹീന. അദാബൻ തൻവീന്റെ ശേഷം മീം വന്നു. നൗമി നൂന് വാവ് മീമ് യാ ഇദ്ഗാം ബിഗുന്നയാണ്. നേരെ കൂട്ടി കഴിച്ചപ്പോ അദാബൻ എന്ന ഉച്ചാരണത്തിൽ അദാബൻ അവിടെ ഉച്ചാരണത്തിന്റെ നൂനുണ്ടല്ലോ തൻവീൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണത്തിൽ നൂന് വരുന്നുണ്ട്. ആ നൂനിനെ മീമിലേക്ക് കൊടുക്കുക. മീമ് കട്ടി കൂടുന്നു, മണിക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അദാബൻ മുഹീന. ഒന്നുകൂടെ الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. 38 والذين ينفقون. നിർത്തി നൂന് സുക്കൂന്. ഇനി നിർത്തുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിർത്തുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണെങ്കിൽ അത് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ വാവ് യാ അലിഫ് യാ വാവ് ഇതേത് വന്നാലും ഒന്ന് അല്പം നീട്ടുക. പുതിയൊരു മദ് അവിടെ ഉണ്ടാവുന്നതാണ് നിർത്തുകയാണെങ്കിൽ. അപ്പൊ ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. യുൻഫിഖൂൻ. വല്ലദീന എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ വല്ലദീൻ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള യാ ആയതുകൊണ്ട് മദ് ആരിദ് വന്നു. والذين ينفقون أموالهم رئاء الناس. അവിടെ നിർത്തിയപ്പോൾ സീന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അലിഫാണ് മദ് ആരിദ് വന്നു. ولا يؤمنون بالله ولا باليوم الآخر. റായിന് സുക്കൂന് മുമ്പ് കസ്റ തർക്കീഖ് ചെയ്യണം. ആഖിർ എന്നല്ല ആഖിർ എന്നല്ല. നിർത്തുകയാണെങ്കിൽ ആഖിർ എന്നല്ല ആഖിർ. റായിന് സുക്കൂന് മുമ്പ് കസ്റാണ്. നിർത്തുന്നില്ല എങ്കിലും തർത്തീഖാണ് ചെയ്യേണ്ടത്, കാരണം റായിന് കസ്റ വന്നു. ഇവിടെ നിർത്തുമ്പോൾ റായിന് സുക്കൂൻ ചെയ്യണം. അപ്പൊ പിന്നെ ആഖിർ. ولا باليوم الآخر. ഒരൽപ്പം നീട്ടണം, കാരണം ഹംസയ്ക്ക് ശേഷമാണ് അലിഫുള്ളത്. ആഖിർ. ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. ومن يكن الشيطان له قرينا فساء قرينا. قرينا കാരണം ഇഖ്ഫാ ചെയ്യണം. ഫാ ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഫസാഅ സാഅ കണ്ടില്ലേ?
സ എന്ന അലിഫ് ഒന്ന് നീട്ടാൻ, അതിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. സ മദ് മുത്തസിലാണ് ചേർന്ന് വന്നത്. രണ്ടും അപ്പുറം ഇപ്പുറാണെങ്കിൽ മദ് മുൻഫസിൽ എന്ന് പറയും. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. 39. وماذا عليهم لو آمنوا بالله وماذا عليهم لو آمنوا بالله واليوم الآخر. അടക്കം നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് തർത്തീക്ക് ചെയ്യണം. واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. تنوين فتحان. وماذا عليهم لو آمنوا بالله واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. إن الله لا يظلم مثقال ذرة. ذرة എന്നുള്ളത് നിർത്തിയപ്പോൾ ذرة മാറിയിട്ട് ആയിട്ട് മാറും. إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤت من لدنه أجرا عظيما. നൂനിന്റെ ശേഷം ലാമു വന്നു. ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം ലാമും റാവുമാണ്. മില്ല. അപ്പൊ ഇങ്ങനെ വായിക്കേണ്ടത് മിൻ ല എന്നല്ല, മില്ല. നൂനിനെ ലാമിലേക്ക് കൊടുക്കുക, നൂന് ഇല്ലാത്തത് പോലെ തന്നെ ഉച്ചരിക്കാൻ. വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അളീമാ. അജ്റൻ തൻവീന് ശേഷം ഐൻ വന്നു. അതിന് എന്തിന്റെ അക്ഷരമാണ്? ഇല്ലാറിന്റെ അക്ഷരമാണ്. ഇല്ലാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. അജ്റൻ അളീമ എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുക. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ. ഹസനതൻ ഇത് ഗാം ബിഗുനിയാണ്. നൗമി നൂന് വാവ് മീം യാ. തൻവീന് ശേഷം യാ വന്നു അല്ലേ? ഹസനതയ്യു മണിക്ക. ഇപ്പൊ കൂട്ടിയിട്ടുള്ളൂ, മണിക്കുകയും ചെയ്യാം. ഹസനതയ്യുളാഇഫ്ഹാ വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അളീമാ. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അളീമാ. 41-ാമതായത്. فكيف إذا جئنا من كل أمة بشهيد എന്നാണുള്ളത്. നിർത്തിയപ്പോൾ ബിഷഹീദ് ദാലിന് കസർ വന്നു. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, അത് ആരിലുണ്ട്. فكيف إذا جئنا من كل أمة بشهيد من كل فجر. ഉമ്മത്തിൻ എന്ന തൻവീന് ശേഷം ബ വന്നു. അവിടെ നൂനാക്കി മറിച്ച ആ ചിഹ്നമാണ് അവിടെ ഉള്ളത്. തൻവീനാണ് ഉണ്ടായിരുന്നത്, ശേഷമുള്ള ബ ആയതുകൊണ്ട് നൂനെ തൻവീനെ മീമാക്കി മാറ്റണല്ലോ. ഇതിനാ ചിഹ്നമാണ് ഉള്ളത്. ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാ
وجئنا بك على هؤلاء شهيدا فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നാൽപ്പത്തിരണ്ടാമതായത് يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا. يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا. 43 يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا. ولا جنبا تنوين ഈ എന്ന ഹംസ വന്നു. ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر കുന്തും അവിടെ ഇഖ്ഫാ ചെയ്യണം. ശേഷമുള്ളത് മീമാണ്. മീമിന്റെ നിയമം നമുക്ക് ഒന്ന് പറയാം. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുക, കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന, ഇതാണ് മീമിന്റെ ഒരു നിയമം. ഇങ്ങനെ വഇൻ കുന്തും മർളാ ഔ അലാ സഫർ أو جاء أحد منكم من الغائط. ഇവിടെ കണ്ടില്ല, മീമിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക. അഹദും അവിടെ തൻവീന് ശേഷം മീം വന്നു. നൗമി നൂന് വാവും മീം അല്ലേ, ഇദ്ഗാം ബിഗുന്ന. മിൻകും അവിടെ ഇഖ്ഫാ ചെയ്യണം. മിൻകും മിനൽ ഗായിത്ത് അല്ലേ, മദ് വന്നു. മദ് അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് ഈ അതേ വാക്കിലാണ്, മദ് മുത്തസിലാണ്. أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا. ماء مد متصلان. فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. إن الله كان عفوا غفورا. ഇവിടെ തൻവീന് ശേഷം ഗൈന് വന്നു. ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ അക്ഷരം ഹംസ ഹ ഐന് ഗൈന്. ഒന്നുകൂടെ 43. ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന ഭാഗത്തെ പിന്നെ എന്താണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ പിന്നെ ഓതാൻ കാരണം എന്താന്നുള്ളത് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط
أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. 44. ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل ഇവിടുത്തെ ളില്ലു എന്നാണുള്ളത് അല്ലേ? നീട്ടാനുണ്ട്, ശേഷമുള്ള ഷദ്ദാണ്. ഷദ്ദോ സുക്കൂന വരുമ്പോൾ ഈ നീട്ടാനുള്ളത് ഒഴിവാകുന്നതാണ്. أن تضلوا السبيل ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل. ആരെങ്കിലും തദില്ലു സബീൽ എന്ന് ഓതുന്നവരുണ്ടെങ്കിൽ അത് ഇപ്പോൾ മാറ്റിയിട്ട് ഇനി അത് ആ ഒരു പിഴവ് ആവർത്തിക്കാൻ പാടില്ല. സാധാരണ നമ്മളൊക്കെ മനോഹരമായിട്ട് പാരായണം ചെയ്യുന്നവരാണ് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പ്രേക്ഷകരായ ആളുകളൊക്കെ. എങ്കിലും ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. അതാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശവും. ഖത്മ് തീർക്കാനൊക്കെ ഉള്ള ഉദ്ദേശങ്ങളാണ്. അല്ലാഹു തആല പൂർത്തീകരിച്ചു നൽകട്ടെ. 45. والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا. والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا. 46. മിനല്ലദീന ശദ്ദുള്ള മീമാണ്. ശദ്ദുള്ള മീമ് തുടക്കത്ത് വന്നാൽ പിന്നെ നോക്കണ്ട, അശദ്ദ് ഒഴിവാക്കിയിട്ട് വായിക്കാൻ. മിനല്ലദീന ഹാദു, പിന്നെ എന്തിനാ ശദ്ദ് കൊടുത്തത്? നേരെ മുമ്പുള്ള വാക്ക് ചേർത്ത് വായിക്കുക. വകഫാ ബില്ലാഹി നസീറൻ മിനല്ലദീന ഹാദു, അതിനുള്ളതാണ്. നമ്മൾ നിർത്തി ഓതുമ്പോൾ പിന്നെ ആ ശദ്ദ് നോക്കേണ്ടതില്ല. من الذين هادوا يحرفون الكلم عن مواضعه يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع. واسمع അതിൻ്റെ ഇടയിലുള്ള ആ ഒരു അലിഫ് വസ്ലിൻ ഹംസ ഒഴിവാകുന്നതാണ്. واسمع غير مسمع وراعنا ليا بألسنتهم. وراعنا ليا തൻവീനേഷൻ ബ വന്നു. ആ നൂനെ തൻവീനെ മാറ്റിയിട്ട് മീമായി കൊടുക്കാം. ലയ്യ എന്നുള്ള ലയ്യം ബിഅൽസിനതിഹിം ലയ്യം ബിഅൽസിനതിഹിം വതഅനം ഫിദ്ദീൻ. നൂന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള മധ്യ ആരിൽ വന്നു. ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله. ولكن നൂന് ശേഷം ലാമു ലാമു ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരമാണ്. ഇദ്ഗാം ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ വലാക്കില്ല നൂന് അവിടെ ഉച്ചാരത്തിൽ തന്നെ ഒരംശം പോലും വരാൻ പാടില്ല. ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع وعصينا واسمع غير مسمع وراعنا ليا بألسنتهم
وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم خيرا لا تنوين لام لام لا إذا غام بلاغن يعني കൂട്ടി യോജിപ്പിക്കാൻ മണിക്കരുത് لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا 47 يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل إدغام بغنيان മീമിന്റെ നിയമങ്ങളാണ് معكم من قبل أن نطمس നൂന്റെ നിയമം നൂന്റെ ശേഷം നൂന് വന്നു നൂന് ബാബ് മീം ഇദ്ഗാം ബിഗുന്ന أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت أو نلعنهم كما لعنا أصحاب السبت لعنا മണിച്ചതിന് ശേഷം നീട്ടുക وكان أمر الله مفعولا يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا 48 إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما 49 ألم تر إلى الذين يزكون أنفسهم നിർത്തുന്നില്ല എങ്കിൽ യുസക്കൂന അൻഫുസഹും ബലില്ലാഹ് മീമിന്റെ ശേഷം ബ വന്നു മീമിന്റെ നിയമങ്ങൾ മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ് മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യണം ഇവിടെ എന്താണ് ഇഖ്ഫാന്റെ അക്ഷരം മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നു ഇഖ്ഫാ ചെയ്യണം ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറിച്ച് പഠിക്കുക അൻഫുസഹും ബലില്ലാഹ് അൻഫുസഹും ബലില്ലാഹ് എന്ന് പറയുന്നത് അൻഫുസഹും ബലില്ലാഹു യുസക്കി മൻ യശാ ബലില്ലാഹു യുസക്കി മൻ യശാ വലാ യുഗ്ലമൂന ഫതീലാ
ഒന്നുകൂടെ. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും. നിർത്തിയവനെ നോക്കണ്ട, നിർത്തുന്നില്ല എങ്കിൽ അൻഫുസഹും ബലില്ലാഹ് അൻഫുസഹും നിർത്തി ശ്വാസം വിടാൻ വേണ്ടി വഖഫ് ചെയ്തു. ഇനി ബലില്ലാഹു യുസക്കി മൻ യശാഉ വലാ യുദ്ലമൂന ഫതീലാ. 50 انظر كيف يفترون على الله الكذب. ഇത് വസിലിന്റെ അംസയാണ്. തുടക്കത്തില് ഊ എന്നാണ് വായിക്കല്, ഈ എന്നാണ് വായിക്കല്, ആ എന്നാണ് വായിക്കല്. എന്തേ നമ്മൾ പറഞ്ഞ കാരണം ഉണ്ടല്ലോ അല്ലെ. എന്താണ് മൂന്നാമത്തെ അക്ഷരം? എല്ലാത്തിലും ഒരുപോലെ വരുന്നില്ല. അതിനാണ് നമ്മളെ ക്ലാസ്സുകളൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ അക്ഷരം ല ആണ് അല്ലേ. ഇനി ലമ്മാണ്. ലമ്മാണെങ്കിൽ വസിലിന്റെ അംസക്ക് ലൊമ്മ കൊടുക്കുക. ഫത്തോ കസറോ ആണെങ്കിൽ എന്ത് ചെയ്യണം? കസറാണ് കൊടുക്കേണ്ടത്. ഫത്ത് ആയാലും കസറായാലും കസറാണ് കൊടുക്കേണ്ടത്. അലിഫും ലാമും വരുന്നുണ്ടെങ്കിൽ അവിടെ ആ എന്ന് വായിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിലൊക്കെ ലൊമ്മാണെങ്കിൽ ലൊമ്മ അല്ലെങ്കിൽ കസറ്. അലിഫും ലാമും തുടക്കത്തിലുണ്ടെങ്കിൽ ആ എന്ന് വായിക്കുകയുള്ളൂ. ബസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ ഹംസക്ക് ഫത്ത കസറൊന്നും ഉണ്ടാവില്ല. അതിനൊരു ചിഹ്നം ഉണ്ടാവും അല്ലെ, ചെറിയൊരു സ്വാദിന്റെ ചിഹ്നം. ഇതിന്റെ കാരണം ആദ്യത്തെ അക്ഷരത്തിന് പിന്നെ മൂന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനാണ്, ലൊമ്മാണ്. അപ്പൊ പിന്നെ ഊന്ന് വായിക്കണം. ഇതെല്ലാം ഒരുപോലെ ആകണമെന്നില്ല. ഇബ്നു എന്നുണ്ടാവും. ഇബ്നു എന്നുള്ളിടത്ത് അവിടെ എല്ലാ വസലിന്റെ ഹംസക്ക് ഫത്ത് കസറൊന്നും ഉണ്ടാവില്ല. അവിടെ ഇബ്നു എന്നാ വായിക്കണ്ടേ. എന്റെ കാരണം മൂന്നാമത്തെ അക്ഷരം നു എന്നാണ് ഉള്ളത്. പക്ഷെ അത് നോക്കിയിട്ട് ഉബ്നു എന്നല്ല. അത് ചില പദങ്ങൾ അങ്ങനെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് തിരിഞ്ഞോളുന്നില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. انظر كيف يفترون على الله الكذب وكفى به إثما مبينا. إثما مبينا. انظر كيف يفترون على الله الكذب وكفى به إثما مبينا. 51 ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت. തായന് സുക്കൂന് മുമ്പ് നീട്ടാണ്ട് മത് ആരി തോന്നും. ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. 52 أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. أولئك الذين لعنهم الله നൂന് ലേശം യാ നൗമി നൂന് വാവ് മീം യാ കൂട്ടി വജിപ്പിക്കുക. എങ്ങനെ കൂട്ടി വജിപ്പിക്കുക? ومن يلعن الله فلن تجد له نصيرا. നൂനിന്റെയും മീമിന്റെ നിയമങ്ങൾ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുക. ഫലൻ
ഫലൻ തജിദ എന്ന് വ്യക്തമാക്കാൻ പാടില്ല. കാരണം എന്താ ശേഷമുള്ളത് താ ആണ്, ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഫലൻ തജിദ ലഹു നസീറ. ലഹു ഫു എന്നുള്ളത് നീട്ടണം. എന്തേ കാരണം? തൊട്ട് മുമ്പുള്ള അക്ഷരം തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനും എന്തില്ല? സുക്കൂനില്ല എന്നുള്ളതാണ്. ലഹു ലാമിന് സുക്കൂനില്ല, നാക്ക് സുക്കൂനില്ല. സുക്കൂനില്ല, രണ്ടാമത്തെ സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹു എന്നത് നീട്ടുകയില്ല. أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. 53 أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا. നഖീറ തൻവീൻ ഫത്താണ്. തൻവീൻ ഫത്ത് നഖീറ എന്ന് പറഞ്ഞിട്ട് എന്നാണ് നിർത്തേണ്ടത്? അം ലഹും നേരത്തെ പറഞ്ഞു മീമിന്റെ നിയമങ്ങൾ. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന് ശേഷം ബാ വന്നാലും പറഞ്ഞു. മീമിന് ശേഷം ബാ വന്നാൽ മറിച്ച് മണിക്കണം. മീമിന്റെ നിയമങ്ങൾ. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഒരു മീമായി ഉച്ചരിക്കുന്നു. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക. എന്നൊക്കെ പറയാം അല്ലേ? അപ്പൊ അത് മറച്ച് മണിക്കുക. ബാക്കി 26 അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഉദാഹരണത്തിന് അം ലഹും, മീമിന് ശേഷം ലാമ വന്നിട്ടുള്ളത്. അം ലഹും എന്നല്ല, അം ലഹും. മീമ് വ്യക്തമായിട്ട് പറയാം. അതാണ് എന്ത്? ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ. അം ലഹും നസീബും മിനൽ മുൽക്ക്. അം ലഹും നസീബും മിനൽ മുൽക്ക് ഫഇദാ ലാ യുഅ്തൂന الناس നഖീറാ. നസീബും അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. നൗമി നൂന് വാവ് മീമിയായി. അവിടെ നൂനിന്റെ നിയമങ്ങളാണ്, തൻവീന്റെ നിയമങ്ങളാണ്. മീം സുക്കൂനുള്ള മീം വന്നാൽ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണെന്ന് നോക്കണം. അവിടെയാണ് മീമിന്റെ നിയമങ്ങളുള്ളത്. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. പിന്നെയുള്ളത് മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക. മീമിന്റെ ശേഷം മീമിനെന്ത് ചെയ്യുക? ബായിലേക്ക് മറച്ച് മണിക്കുക. ബാക്കി ഏത് വന്നാലും ഇദ്ഹാർ വ്യക്തമാക്കുക. أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل فرعون الكتاب والحكمة فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما. 55 فمنهم من آمن به فمنهم من آمن به ومنهم من صد عنه إخفاء. وكفى بجهنم سعيرا 55 ആയത്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് 55 ആയത്തുകളാണ് ഇന്ന് ഓതിയിട്ടുള്ളത്. 36 മുതൽ 55 ആയത്ത് വരെ 20 ആയത്തുകളാണ് എടുത്തിട്ടുള്ളത്. മനോഹരമായിട്ട് പാരായണം ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഖിറാഅത്തിന് അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. പിന്നെ മെസ്സേജ് അയക്കുക. യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയച്ചാൽ പിന്നെ പല ആളുകളും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നിലക്ക് വിട്ടു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒഴിവനുസരിച്ച് റീപ്ലൈ നൽകുന്നതായിരിക്കും. യൂട്യൂബിലും നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മതി. വോയിസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ യൂട്യൂബിൽ തന്നെ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ കാണുന്ന സമയത്ത് നൽകുന്നതായിരിക്കും. കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് ആവുന്ന രൂപത്തിലുള്ള പിന്നെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് ഓതി നോക്കണം. നമ്മിലൊന്നും ഒരുപാട് ആളുകൾ മണ്ണ് മറിഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പിന്നെ ആണ്ടിന്റെ ദിവസമാണെന്ന് പറഞ്ഞ് 2 പിന്നെ സഹോദരന്മാരുണ്ട്. ഉപ്പാക്കും വേണ്ടി അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞവരുണ്ട്. ആണ്ടിന്റെ ദിവസം പറഞ്ഞവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, അവരുടെ ഖബറിടം നീ സ്വർഗീയ പൂതാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ. വല്ല അദാബും ഉണ്ടെങ്കിൽ അതെല്ലാം നീ മാറ്റി നീക്കി കൊടുത്തവർക്ക് നീ എല്ലാം കൊണ്ടും സന്തോഷം റാഹത്തും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അവിടുത്തെ ബഹുമാനപ്പെട്ട ഷറഫാകപ്പെട്ട തിരുജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റഹ്മാനെ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മറഞ്ഞു പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. അവിടെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖബറിലുള്ള എല്ലാവിധ അദാബുകളും ഒക്കെ എടുത്തു കളഞ്ഞവർക്ക് ഇനി എല്ലാ കൊണ്ടും ഇനി സന്തോഷം റാഹത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. പരിപൂർണ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പരിപൂർണമായിട്ട് നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം കൊണ്ടും സ്വർഗീയ പാനീയം കൊണ്ടൊക്കെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. وماذا عليهم لو آمنوا بالله واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. إن الله لا يظلم مثقال ذرة
وإن تك حسنة يضاعفها ويؤت من لدنه أجرا عظيما فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وأصغينا واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما
ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا انظر كيف يفترون على الله الكذب وكفى به إثما مبينا ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا أم لهم نصيب من الملك فإذا لا يؤتون الناس نقيرا أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما فمنهم من آمن به ومنهم من صد عنه وكفى بجهنم سعيرا صدق الله العلي العظيم اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا وارحمنا ولوالدينا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم توفنا وأهلنا وإياهم مسلمين وألحقنا وإياهم بالصالحين آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم